ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹൈഡ്രജൻ ഇന്ധനത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഹൈഡ്രജൻ ഇന്ധനമായി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കാറുകളിലും മറ്റു വാഹനങ്ങളിലും നിറച്ച് ഓടിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പലപ്പോഴും എൻവിസേജ് ചെയ്യപ്പെടാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. 2050 ശേഷം അങ്ങനെ സംഭവിക്കുമെന്ന് പലരും കരുതുന്നുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും കരുതുന്നുണ്ട്. എന്തുമാകട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഇനി നമുക്കിങ്ങനെ എൻവിസേജ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, എന്ത് സംഭവിച്ചിട്ടുണ്ട്, അത്തരം വാഹനങ്ങൾ ഓടിച്ചിട്ടുമുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയില് ഹരിയാനയില് ജിന്ദിൽ നിന്ന് സോണിപ്പട്ടിലേക്ക് ഓടിച്ച കാറിന്റെ ചിത്രമാണ്. ആ വാർത്തയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1200 കിലോമീറ്റർ അത് ഓടിച്ചു. ശരാശരി 80 കിലോമീറ്റർ വേഗത ആർജിച്ചു. 120 കിലോമീറ്റർ വരെ വേഗത ആർജിക്കാൻ കഴിയുന്നുണ്ട്. 3200 ലിറ്റർ ഡീസൽ ഉപയോഗിക്കേണ്ടി വരുന്ന ദൂരമാണ് ഇതുപയോഗിച്ച് ഓടിക്കാൻ കഴിഞ്ഞത്. അത്രയുമാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോ ഹൈഡ്രജൻ ഇന്ധനം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കാം. എന്തിനാണ് ഹൈഡ്രജൻ ഇന്ധനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്? ഇപ്പോ പെട്രോളോ ഡീസലോ മറ്റു ഫോസിൽ ഇന്ധനങ്ങളോ ആണെങ്കിൽ എന്ത് വരും? അത് ബേൺ ചെയ്യുമ്പോൾ കാർബൺ വികിരണമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് വരുന്നു. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. പ്രത്യേകിച്ച് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആണ് അന്തരീക്ഷത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തോത് കൂട്ടുകയും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഒരു പ്രധാന സോഴ്സ്. മറ്റു സോഴ്സുകളുമുണ്ട്, ഇൻഡസ്ട്രി, ഒരുപാട് സോഴ്സുകളുണ്ട്. അപ്പോ അവിടെ ഈ ഗതാഗതത്തിന്റെ കാര്യത്തിലുള്ള കാർബൺ എമിഷൻ കുറയ്ക്കുക. പിന്നെ നമുക്കറിയാം, ഈ ഇന്ധനം ഏതായാലും ഡീസൽ ആണെങ്കിലും ഇനി പെട്രോൾ ആണെങ്കിലും മറ്റു മലിനീകരണവും ഉണ്ടാക്കുന്നുണ്ട്. പുക ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, നൈട്രജൻ ചെറിയ അളവിൽ ഉണ്ടാവും, അതിന്റെ ഓക്സൈഡ് ഉണ്ടാവും. അങ്ങനെ പൊള്യൂട്ടൻസ് പലതും ഉണ്ടാകാം. അത് ഉണ്ടാക്കുന്ന പ്രശ്നം. ചിലപ്പോൾ വളരെ നേരിയ തോതിൽ സൾഫർ ഉണ്ടെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡും ഉണ്ടാകാം. കാരണം ചില ക്രൂഡ് ഓയിലിൽ സൾഫറിന്റെ അംശം കൂടുതൽ ഉണ്ടാകും. അത് ശുദ്ധീകരിച്ചാലും അല്പമൊക്കെ വളരെ നേരിയ തോതിലൊക്കെ സൾഫർ അവശേഷിക്കാൻ സാധ്യതയുണ്ട് ഇന്ധനം. അപ്പോൾ അതുണ്ടാകാം. നൈട്രജൻ എന്തായാലും ചെറിയ രീതിയിൽ വളരെ നേരിയ തോതിൽ നൈട്രജൻ എല്ലാ ഈ പെട്രോളിയം ഇന്ധനങ്ങളിലും ഉണ്ടായിരിക്കും, അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. കാരണം ഈ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് പഴയ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണല്ലോ അത് ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണത്. അപ്പോ ഈ പൊള്യൂഷനെ ഒഴിവാക്കാം, കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കാം. അതാണ് ഹൈഡ്രജൻ ഇന്ധനത്തെ കുറിച്ച് ആലോചിക്കുന്നതിന്റെ, അതേക്കുറിച്ച് ഇത്രയധികം ഗവേഷണങ്ങൾ നടക്കുന്നതിന്റെയും പ്രധാന കാരണം അതാണ്. അവിടെയാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു ട്രെയിൻ ഇപ്പോൾ ഓടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അത് തീർച്ചയായും നമുക്കൊരു മുന്നോട്ടുള്ള കാൽവെപ്പ് തന്നെയാണ്, അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ബേസിക് ആയ സയൻസ് എന്താണെന്ന് മാത്രം ഇതിൽ പറഞ്ഞിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ പലതരത്തിലുള്ള ഹൈഡ്രജൻ ഇന്ധനം കിട്ടുന്നതിനെ കുറിച്ചും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാല് ജലമാണ് കിട്ടുന്നതെന്ന് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇപ്പൊ ഹൈഡ്രജൻ ബേൺ ചെയ്താല്, കത്തിയാല് ജലം കിട്ടും, അല്ലെങ്കിൽ നീരാവി കിട്ടും. അതിനോടൊപ്പം ഇവിടെ ഈ എഴുതി കാണിച്ചിരിക്കുന്ന 571.6 എന്ന് പറയുന്നത് കിലോ ജൂൾസ് എന്നാണ്. അത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. അത്രയധികം ഹീറ്റ് പുറത്തേക്ക് വരും. ഈ യൂണിറ്റിന് നമുക്ക് കാലറീസിലോ ഒക്കെ മാറ്റാം. അപ്പൊ അതൊന്നും പ്രധാനമല്ലാത്തതുകൊണ്ട് അതവിടെ തൽക്കാലം വിടുന്നു. ഇനി ഈ റിയാക്ഷന്റെ ഒരു പ്രശ്നമുണ്ട്, അത് സ്ഫോടനാത്മകമായിരിക്കും. അതുകൊണ്ട് ഇത് സാധാരണ ഇന്ധനം, ഇപ്പൊ പെട്രോളൊക്കെ നമ്മൾ ഇത് എഞ്ചിന്റെ ഉള്ളിൽ വെച്ച് ബേൺ ചെയ്തിട്ടാണ്, ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ആ പുറത്തേക്ക് വരുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിൽ ഹീറ്റിനെ അതിന്റെ ചലനമായിട്ടും പരിവർത്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. ചലനം എന്ന് പറഞ്ഞാൽ അത് കൈനറ്റിക് എനർജി ആയിട്ട് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു, ഹീറ്റ് എനർജിയെ. അതിന്റെ ഒരു ഭാഗമായേ മാറുകയുള്ളൂ, അത് വേറെ കാര്യം. മൊത്തം ഉണ്ടാകുന്ന ഹീറ്റിന്റെ ഒരു ഭാഗമാണ് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് നമുക്ക് ചലനോർജ്ജമായിട്ട് മാറ്റാൻ കഴിയുന്നത്. അതായിക്കോട്ടെ. ഇത് ബേൺ ചെയ്ത് നേരിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ബേൺ ചെയ്ത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അത് ആ റിയാക്ഷനെ നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഫ്യുവൽ സെൽ എന്ന് വിളിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഉള്ളിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്.
ഈ നമ്മുടെ സാധാരണ ബാറ്ററികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും പോലെ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അവിടെ നടക്കുന്ന പ്രോസസ് റിയാക്ഷൻ ബേസിക് ആയിട്ട് ഇതായിരിക്കും. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്ത് വരുന്നു? ഇൻഡയറക്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാല് രണ്ട് ഘട്ടമായിട്ടായിരിക്കും ആ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നു, പക്ഷേ ഈ ഇക്വേഷൻ അത് ഒബേ ചെയ്യും. അതായത് അത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും, അത്രയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 1:8 എന്നുള്ള റേഷ്യോയിലാണ് അത് റിയാക്ട് ചെയ്യുക. 4ഉം 32ഉം ചേർന്ന് 36 ഗ്രാം വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ നീരാവി ഉണ്ടായാൽ അപ്പോഴാണ് ഈ പറയുന്ന 571.6 കിലോ ജൂൾസ് ഊർജവും പുറത്തേക്ക് വരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കപ്പെടും. അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതാണ്. അപ്പോ ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റിയിട്ട് ഫ്യൂവൽ സെല്ലില് എന്ത് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് സംഗതികൾ ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നാം, അപ്പോൾ ജലത്തിൽ നിന്ന് എന്ത് കിട്ടിയാൽ മതി, നമുക്ക് ഈ നീരാവി കിട്ടിയാൽ മതിയല്ലോ, സോറി ഹൈഡ്രജൻ കിട്ടിയാൽ മതിയല്ലോ. ജലം ഹൈഡ്രജന്റെ ഒരു സ്രോതസ്സാണെന്ന് നമുക്കറിയാമല്ലോ. കാരണം ജലത്തില് ഹൈഡ്രജനും ഓക്സിജനുമാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ചെയ്തില്ലേ എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നാം. പക്ഷെ അത് അത്ര ലളിതമല്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഇനി നമ്മൾ ഇതിന്റെ ജലത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോ എന്ത് ചെയ്യണം? നമ്മളത് പല രീതിയിൽ വേർതിരിക്കാം. സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ. ജലത്തിലെ ശുദ്ധമായ ജലമാണെങ്കിൽ വൈദ്യുതി കടത്തിവിടാൻ പ്രതിരോധം കൂടുതലായിരിക്കും. അപ്പൊ അതിലൊരു അല്പം ആസിഡോ അല്ലെങ്കിൽ അല്പം സോൾട്ട്, സോഡിയം ക്ലോറൈഡ് പോലെയുള്ള അത് ഒരു ചെറിയ തോതിൽ ചേർത്ത് കഴിഞ്ഞാൽ വേഗം ഇലക്ട്രിസിറ്റി കടത്തിവിടും. അപ്പോ ഇത് ജലം വിഘടിക്കപ്പെട്ട് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറും. അപ്പൊ എന്താണ്, എന്തായാലും ഇനി അല്ലെങ്കിൽ ഇതിനെ ചൂടാക്കാം, വളരെ ഉയർന്ന ഊഷ്മാവിലേക്ക് ചൂടാക്കിയാൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാം. ഇനി അതിന് ചില കറ്റാലിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കറ്റാലിസ്റ്റുകളും ചില മറ്റേ ഇന്റർമീഡിയറ്റ്സും ഒക്കെ ഉപയോഗിച്ചാൽ ഇത് കുറെ കൂടി താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇതിനെ വിഘടിപ്പിക്കാം. എങ്ങനെ വിഘടിപ്പിച്ചാലും നമ്മള് ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ പുറത്തേക്ക് വരുന്ന ഊർജ്ജം ഉണ്ടല്ലോ, അത്രയും ഊർജം ഈ ജലം ആഗിരണം ചെയ്തിരിക്കണം. നമ്മൾ ഹീറ്റായിട്ട് കൊടുക്കുന്നു, അത് നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് അയാൾ അത്രയും ആഗിരണം ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കണം, എന്നാലേ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോ എന്താണ്, കൊടുക്കുന്ന മുഴുക്കം ആഗിരണം ചെയ്യാൻ പറ്റില്ല, ഹീറ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് വേറൊരു കാര്യം. ഇനി എന്താണ്, അപ്പൊ ജലത്തിൽ നിന്ന് കിട്ടുന്ന അത്രയും ഊർജം കൊടുത്താലേ എന്ത് വരുള്ളൂ, ഊർജം അയാൾ ആഗിരണം ചെയ്താലേ അയാൾ ഹൈഡ്രജനായിട്ട് മാറുകയുള്ളൂ. അപ്പൊ അതാണ് പ്രശ്നം. അതാണ് ആ സയന്റിഫിക് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അവിടെയാണ്. നമുക്ക് അത്രേ കിട്ടുള്ളൂ. ഇനി പ്രോസസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വേറെയും. ഒന്നാം നിയമം എന്ന് പറയും, ഊർജ സംരക്ഷണ നിയമം എന്നൊക്കെ പറയും. രണ്ടാം നിയമമുണ്ട്, അത് ഇതിനെ വീണ്ടും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം, നമുക്ക് അത്രേ കിട്ടുള്ളൂ. അപ്പൊ ജലത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? ജലത്തിൽ നിന്ന് മാത്രമല്ല, മറ്റു ചില സോഴ്സിൽ നിന്നും നമ്മളിപ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോ അതെങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുന്നു, ഇതിനെ പലതായിട്ട് വേർതിരിക്കുന്നു. ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ, ബ്ലൂ ഹൈഡ്രജൻ, ഗ്രേ ഹൈഡ്രജൻ, പിങ്ക് ഹൈഡ്രജൻ എന്നൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുമായി വരാം. അപ്പോൾ നമുക്ക് അനന്തമായ സ്രോതസ് ജലത്തിലില്ല. ജലത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടും എന്ന് വിചാരിക്കേണ്ട. കാരണം ജലത്തിൽ നിന്ന് ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അങ്ങോട്ട് കൊടുക്കണം, കൊടുത്താലേ കിട്ടുള്ളൂ. അതെങ്ങനെ കൊടുക്കുന്നു, ജലത്തിൽ നിന്നാണോ അതോ മറ്റൊരിടത്തു നിന്നാണോ നമുക്ക് ഹൈഡ്രജൻ കിട്ടുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇതിനെ പല ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഹൈഡ്രജനൊന്നും നിറമില്ല, നമ്മള് മറ്റൊരർത്ഥത്തിലാണ് അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതത്തിന്റെ അർത്ഥത്തിലാണ് ആ കളറൊക്കെ പറയുന്നത്. അതേക്കുറിച്ച്, ആ കളറുകളെ കുറിച്ച്, ഹൈഡ്രജന്റെ നിറങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നന്ദി, നമസ്കാരം.